ആ ക്ലാസ് റൂം ആംബിയൻസ്. ചൂടുള്ള സമയത്താണെങ്കിൽ ഒരു ഫാൻ ഇല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ കംഫർട്ടബിൾ, നല്ലൊരു ഇന്ററാക്റ്റീവ് ബോർഡ്, നല്ല മേശ, കസേര, നല്ല ടോയ്ലറ്റ്, ഇങ്ങനെയുള്ള അവന്റെ സിസ്റ്റത്തിന് സ്ട്രെസ് ചെയ്യാത്ത എല്ലാ സാധനവും ചുറ്റും ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോകും. അതുപോലുള്ള അതിനാണ് നമ്മൾ ഇന്റേണൽ ആംബിയൻസ് ഓഫ് ദ ക്ലാസ് കംഫർട്ടബിൾ ആണ്. അവിടെ അവൻ ചാടി ഗാർഡനിലേക്ക് പോകുമ്പോൾ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഴയ അവസ്ഥ പോലെ കാടും പാമ്പും ഉള്ള സ്ഥലത്താണ്, യു വിൽ ബി അൺകംഫർട്ടബിൾ. അവിടെ നമുക്ക് ചെയ്യാവുന്ന എന്താണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കംഫർട്ടബിൾ ആക്കണം. ഒരു യൂണിവേഴ്സിറ്റിയുടെ കംഫർട്ടബിൾ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അത് നല്ല പുൽത്തകിടിയും ചെടികളും പൂക്കളും ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത കംഫർട്ടബിൾ, അവിടെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം, കഫറ്റേറിയ, വേണ്ടി വന്ന ടെക്നോളജി അവിടെയൊക്കെ ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇന്റർനെറ്റ് ഒന്നും മോഡേൺ ടെക്നോളജിയിൽ നമുക്ക് തള്ളിക്കളയാവുന്ന ടെക്നോളജി അല്ല. അതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വി ഷുഡ് ബി ഏബിൾ ടു റീച്ച് ഔട്ട് എവരിബഡി ഫ്രം എനിവെയർ. അല്ലെങ്കിൽ സർവകലാശാലയുടെ അക്കാദമിക് ബ്ലോക്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വൈസ് ചാൻസലറായിട്ട് വന്നപ്പം ആദ്യം ഞാൻ ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചു. വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ പല യൂണിവേഴ്സിറ്റിയും, ഹാർവാർഡ് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ മാസച്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്, ഒരു വലിയ ഗേറ്റ്, അതിനപ്പുറത്തൊരു തലയെടുപ്പുള്ളൊരു ഒരു കൊട്ടാരം പോലെ ഒരു കെട്ടം, ഒരു വലിയ ടോമ്പൊക്കെ ഉള്ള ഒരു കൊട്ടാരം. അപ്പം യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ഗേറ്റ് അല്ലെങ്കിൽ ഈ കെട്ടിടം. നമ്മളെ വീട് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പോലെ ഇതാണ് വരുന്നത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ അന്ന് വിഭാവന ചെയ്ത ഒരു പ്രോജക്റ്റാണിത്. അതായത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുപോലെ ഒരു ഗേറ്റ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇതിനു വേണ്ടി. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓർക്കാൻ വേണ്ടി ഒരു ഐക്കോണിക് ബ്ലോക്ക്, അത് ക്ലിക്ക് ചെയ്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതിനുവേണ്ടി ഇതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അതിനടുത്ത് ഒരു കോൺഫറൻസ് ഹാള്, ഒരു സെനറ്റ് ഹൗസ്, ഒരു കോൺവക്കേഷൻ ഹാള്, ഇങ്ങനെയൊക്കെ വേണമെന്ന് വിചാരിച്ചു. ഇതിനു വേണ്ടി ഒരു 6-7 മാസം നിരന്തരമായിട്ട് ആർക്കിടെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് പല പല പ്ലാന് നോക്കിയിട്ട് എല്ലാവരും കൂടെ അക്സെപ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇറ്റ്സ് അബൌട്ട് 40 crores. അത് ഈ ഇപ്പൊ 45 കൊല്ലമായി. അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സുവർണ ജൂബിലി വരും. അതൊക്കെ വരുമ്പോ ഇന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കൊല്ലം കൊണ്ട് ഈ സുവർണ ജൂബിലി ബിൽഡിങ്ങിന് തുറക്കാൻ പറ്റിയ രീതിയിൽ റവന്യൂ വരും. 40 to 50 crores of rupees. It is not a small money. You have to beg at Delhi, at Trivandrum, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അവിടെ പോയി പൈസ കൊണ്ടുവരണം, ഈ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് ചെലവാക്കി ഇത് കൺസ്ട്രക്ട് ചെയ്യണം. We started this program. We got some money. 7 കോടി രൂപകളൊന്നും ഇപ്പോൾ ഉണ്ട്, നമുക്ക് തുടങ്ങാനുണ്ട്. There are some procedural problems. We are blocked over it. We will go. Definitely will go. ഈ കെട്ടിടം ഉയരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഉയരും. 3 കൊല്ലം കൂടെ ഉണ്ട്. ദൈവം സഹായിക്കുമെങ്കിൽ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ ഉന്നത അക്കാദമിക് യോഗ്യതകളൊക്കെ വിദ്യാർത്ഥികൾ നേടുന്നുണ്ട്. പക്ഷേ തൊഴിൽ കിട്ടാൻ വേണ്ടുന്ന മത്സരങ്ങളിൽ നല്ലൊരു ഭാഗം വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. 95-96% മാർക്കൊക്കെ വാങ്ങുന്ന വിദ്യാർത്ഥി